Meanwhile, it is also learned that the CPM Karnataka leaders have conveyed to their counterparts in Kerala that the party machinery in the state is strong enough to fight the case on its own. We feel that outside interference will not help the cause since it becomes political. എന്ന് പറഞ്ഞുകൊണ്ട് ദ ഹിന്ദുവിൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടെന്ന്. എന്താണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്? റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കർണാടകയിലെ CPM ആയിട്ടുള്ള സഖാക്കളായിട്ടുള്ള ആളുകൾ കേരളത്തിലെ സഖാക്കളോട് പറയാം, അവിടുന്ന് ആരും കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് വരണ്ട, അവിടുന്ന് ആരും കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് വരണ്ട. അത് പറയാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാല് ഇന്നലെ റഹീം പോയിട്ട് അവിടെ ഇംഗ്ലീഷിൽ സംസാരിച്ചു. ആ ഇംഗ്ലീഷിൽ സംസാരിച്ചതോടുകൂടി ഇതാണോ സഖാക്കളുടെ നിലവാരം എന്നുള്ളത് വലിയ ചർച്ചയാവാൻ തുടങ്ങി. കാരണം റഹീം എന്ന് പറയുന്ന രാജ്യസഭാ എംപിയാ. ഈ രാജ്യസഭാ എംപിക്ക് മലയാളത്തിൽ സംസാരിക്കാൻ അറിയുന്നില്ല, മലയാളം അല്ലാത്ത മറ്റൊന്നും പറയാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഒരാളെ എന്തിനാണ് രാജ്യസഭയിലേക്ക് പറഞ്ഞു വിട്ടത് എന്നുള്ള ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. ഇങ്ങനത്തെ മണ്ടന്മാരെയും വിഡ്ഢികളെയുമാണോ നിങ്ങൾ രാജ്യസഭയിലേക്ക് പറഞ്ഞു വിടുന്നത്? അവിടെ പോയിട്ട് 4 വർത്താനം പറയാൻ കഴിയാത്തവനെ എന്തിനാ അങ്ങോട്ട് പറഞ്ഞേക്കുന്നത് എന്നുള്ള ചോദ്യം. അങ്ങനെ മൊത്തത്തിൽ സഖാക്കളെല്ലാം പൊട്ടന്മാരാണ് എന്നുള്ള ചർച്ചകൾ വന്നപ്പോ കർണാടകയിലെ സഖാക്കൾ കേരളത്തിലെ സഖാക്കളോട് പറഞ്ഞു, ഇനി ഇങ്ങോട്ട് ആരും ഈ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട, ഈ പരിപാടി അവിടെ നിർത്തിക്കോ, ഞങ്ങൾക്ക് അറിയാം ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്. കാരണം അവർക്കറിയാം അവിടെ എന്താ സംഭവിച്ചത് എന്നുള്ളത്. അവിടെ 3000 മുസ്ലിം വീടുകൾ തകർത്തു എന്ന് പിണറായി വിജയൻ ഫേസ്ബുക്ക് കുറിപ്പിടുമ്പോ കർണാടകയിലെ സഖാക്കൾക്കറിയാം അവിടെ എന്താ സംഭവിച്ചത്, അവിടുത്തെ കാര്യം എന്താണ്, അവിടുത്തെ കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ ഉള്ളത് സഖാക്കറിയാം. ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് സഖാക്കളോട് സഖാക്കൾ തന്നെ പറയാ, ഇനി ഷോ കാണിക്കാൻ ഇങ്ങോട്ടാരും വരണ്ട. ഇതിപ്പോ ഏതുപോലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനം പിണറായി വിജയനോട് പറഞ്ഞു കടക്ക് പുറത്ത് എന്ന് പറഞ്ഞമാതിരിക്ക് കർണാടകയിലെ സഖാക്കൾ കേരളത്തിലെ സഖാക്കളോട് പറയാ, ഇങ്ങോട്ട് വരണ്ട, കടക്ക് പുറത്ത്. ഇവിടെ വന്നിട്ട് ഈ ഡ്രാമ കാണിക്കണ്ടെന്ന് ആര് പറയുന്നു? കർണാടകയിലെ സഖാക്കൾ പറയാം. അങ്ങനെ അതും മൂഞ്ച. ഈ ഒരു കുറച്ച് കാലത്ത് നിങ്ങൾ നോക്കി നോക്ക്. ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു സന്ദർഭം ഡിസംബർ 13 ശേഷമുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഡിസംബർ 13 ഇലക്ഷൻ റിസൾട്ട് വന്നു, അതിലും മൂഞ്ചി. അതിനുശേഷം പോറ്റി പാട്ടില് സഖാക്കളാണ് അയ്യപ്പ കേസെടുത്ത് ആർക്കെതിരെ? പാട്ട് എഴുതിയാക്കെതിരെ കേസ്, പാട്ട് പാടിയതിനെതിരെ കേസ്, പാട്ട് റെക്കോർഡ് ചെയ്ത സ്റ്റുഡിയോക്കെതിരെ കേസ്, ആ സ്റ്റുഡിയോയുടെ ഓണർക്കെതിരെ കേസ്, അങ്ങനെ എല്ലാവർക്കെതിരെ കേസ്. വൈകുന്നേരം ആയപ്പോ ആ കേസ് മൂഞ്ചി. അങ്ങനെ പിറ്റേന്ന് അടുത്ത കേസ് വന്നു. എന്താ കേസ്? പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ഫോട്ടോ ഫേസ്ബുക്കിലിട്ട കോൺഗ്രസ് നേതാവിനെതിരെ കേസ്. വൈകുന്നേരം ആയപ്പോ അത് മൂഞ്ചി. അങ്ങനെ ഒന്നും പറഞ്ഞ് പിടിച്ചു നിൽക്കാനുള്ള അവസ്ഥ ഇല്ലാതെ ഇരുന്നപ്പോഴാണ് കർണാടകയില് ബുൾഡോസർ രാജ്. കേട്ട പാതി കേൾക്കാത്ത പാതി റഹീം ഓടി, പിന്നാലെ KT ജലീലും ഓടി 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 കർണാടകയിലെത്തി. അവിടെ എത്തി നോക്കുമ്പോ മാധ്യമക്കാർ വന്നിട്ട് 4 ചോദ്യം. പിന്നെന്താ അവസ്ഥ? ദേശീയ മാധ്യമങ്ങളായ ദി ഹിന്ദു അടക്കം റിപ്പോർട്ട് ചെയ്തു. എന്ത്? സഖാവ് വന്നിട്ട് ബബ്ബ അടിച്ചു എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതോടുകൂടി കർണാടകയിലെ സഖാക്കള് ആകെ സീന് ഡാർക്കായി എന്ന് മാത്രമല്ല കേരളത്തിലെ സഖാക്കളോട് ഇനി മേലാൽ ഒരുത്തനും ഇങ്ങോട്ട് കയറി പോകരുത്. തീർന്നില്ലേ? അങ്ങനെ അതും മൂഞ്ചി. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നാടൻ ഭാഷയിൽ പറഞ്ഞ അരിയും മൂഞ്ചി മണ്ണെണ്ണയും മൂഞ്ചി. മൂഞ്ചി എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും മൂഞ്ചി. ഇപ്പോ ചുരുക്കി പറഞ്ഞാല് കഥകള് ഓരോന്നോരോന്നായി തകർന്നടിയുകയാണ്. തെരഞ്ഞെടുപ്പിലെ തോൽവി CPM-നെ ഏൽപ്പിച്ച ആഘാതം എന്ന് പറയുന്നത് അത്രമാത്രം വലുതാ. ആ ആഘാതത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ UDF-കാര് പാട്ട് പാടുക. എന്താ പാട്ട്? സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ. ഹോ ഹോ വല്ലാത്തൊരു പാട്ട്. ആ പാട്ട് കേട്ട ഉടനെ രാജാവ് പറഞ്ഞ് എടുക്ക് കേസ്. കടക്ക് പുറത്തുനിന്നല്ല, എടുക്ക് കേസ്.
കേസെടുത്ത്, അത് മൂഞ്ചി. അതിന് തൊട്ട് പിന്നാലെ ഫോട്ടോ വരുന്നു, അതും മൂഞ്ചി, കേസെടുത്ത് വീണ്ടും മൂഞ്ചി. തൊട്ട് പിന്നാലെ എന്താ വരുന്നത്? തൊട്ട് പിന്നാലെ ബുൾഡോസർ രാജ് റഹീം ഓടി, അവിടെയും മൂഞ്ചി. സഖാക്കൾ തന്നെ പറഞ്ഞു ഇനി ഇങ്ങോട്ട് ആരും വരണ്ട. ഞാൻ ഇതിന്റെ അടുത്തൊരു കോമഡി എന്താന്നല്ലേ, ഇന്നിപ്പോ അനിൽകുമാർ, അന്തംഗമ്യ അനിൽകുമാർ, ഈ അനിൽകുമാർ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ്. ആ ഫേസ്ബുക്ക് കുറിപ്പ് തുടങ്ങുന്നത് റഹീമിന് ഭാഷ മനസ്സിലാകാത്തവരോട് മഞ്ഞ് പെയ്യുന്ന മണ്ണിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് അനിൽകുമാറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് തുടങ്ങുന്നത്. അപ്പൊ റഹീമിനെ ന്യായീകരിച്ചുകൊണ്ടാണ് കുറിപ്പ്. ആ കുറിപ്പില് ഈ അനിൽകുമാർ അറ്റാച്ച് ചെയ്ത ഫോട്ടോ എന്ന് പറയുന്നത് ദ ഹിന്ദുവിന്റെ ഈ ഒരു ഫോട്ടോയാ. ഹിന്ദുവിൽ വന്ന ഈ ഒരു റിപ്പോർട്ട് ഉണ്ടല്ലോ, ഏത് കർണാടകയിലെ സഖാക്കള് കേരളത്തിലെ സഖാക്കളോട് പറഞ്ഞു ഇനി ഇങ്ങോട്ട് ആരും വരണ്ട എന്ന് പറഞ്ഞ റിപ്പോർട്ട് അത് പൊളിറ്റിക്കൽ ഡ്രാമയായി കാണുന്നുണ്ട്, അതുകൊണ്ട് ആരും ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ നോക്കിക്കോളാം ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞത്. ആ റിപ്പോർട്ട് എടുത്തു വെച്ചിട്ടാണ് അനിൽകുമാർ റഹീമിന്റെ ഭാഷ മനസ്സിലാകാത്തവരോട് ഭാഷ പഠിപ്പിക്കാൻ വരുന്നത്. എന്നാൽ ഈ പൊട്ടൻ അനിൽകുമാറിന് ഈ റിപ്പോർട്ട് അവിടെ ആ ഫേസ്ബുക്ക് കുറിപ്പിനൊപ്പം ഈ ഒരു ചിത്രം അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുമ്പോ അറ്റ്ലീസ്റ്റ് പൊട്ടൻ അതൊന്ന് വായിച്ചു നോക്കിക്കൂടെ? ഇവർക്കെതിരായിട്ടുള്ള വാർത്തയാണ് ഇവര് സഖാവ് റഹീമിനെ ന്യായീകരിച്ചുകൊണ്ട് ഫേസ്ബുക്ക് കുറിപ്പ് എഴുതുന്ന അനിൽകുമാർ വെക്കുന്നത്. ഇത്രയും വലിയ മണ്ടന്മാരാണോ ഇവരെന്ന് ചോദിച്ചാൽ അതാണ് കർണാടകയിലെ സഖാക്കൾ പറഞ്ഞത്, കേരളത്തിലെ സഖാക്കൾ ആരും ഇങ്ങോട്ട് വരണ്ട, ഞങ്ങളും കൂടി നാറ്റിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങോട്ട് വരണ്ട എന്ന് ആര് പറയുന്നു? കർണാടകയിലെ സഖാക്കൾ പറയുന്നു. ഇതാണ് സഖാക്കളുടെ അവസ്ഥ. അപ്പോ മൂഞ്ചി അരി മൂഞ്ചി മണ്ണെണ്ണയും മൂഞ്ചി, എല്ലാ നിലയിലും മൂഞ്ചിക്കൊണ്ടേയിരിക്കുന്നു. ജനം അടിച്ച് മൂലക്കിരുത്തിയവര് പിന്നെ എന്തൊക്കെ ആയിട്ട് ഇറങ്ങിയാലും അത് മൂഞ്ചിയല്ലാതെ പിന്നെ എന്താവാനാ? അല്ലെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതന്നല്ലേ സംഭവിക്കുക. ഇത് ഈ മണ്ടന്മാർക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് വെച്ചാല്, ഇപ്പോ റഹീം എന്ന് പറയുന്നത് എന്താ, എനിക്ക് ഭാഷയുടെ പരിമിതിയുണ്ട്, ഒരു ഉളുപ്പില്ലാതെ അത് വന്ന് പിന്നെ എനിക്ക് അറിയുമെന്ന് പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞത് ബാക്കിയുള്ളവർ കട്ടാക്കിയതാണ്, അതാണ് ഇതാണ് ന്യായീകരിച്ചാൽ പോരെ. രാജ്യസഭ MP പറയാണ് എനിക്ക് ഭാഷ അറിയില്ലെന്ന്, പിന്നെ എന്തിനാണോ രാജ്യസഭ MP ആയത്? ഈ ഭാഷ അറിയാത്തവനെ പിടിച്ച് എന്തിനാണ് രാജ്യസഭയിലൊക്കെ കൊണ്ടുപോയി നിർത്തുന്നത്? അതിന്റെ കാര്യം എന്താണ്? അതാണ് മനസ്സിലാവാത്തത്. എന്ത് കാര്യത്തിന് അവിടെ പോയിട്ട് ബബ്ബ അടിക്കുന്നവരൊക്കെ രാജ്യസഭയിലൊക്കെ ഒരു 4 വർത്താനം ഇംഗ്ലീഷിൽ അല്ലെ ഹിന്ദിയിൽ പറയാൻ കഴിയുന്നവരത്തിനെ അറ്റ്ലീസ്റ്റ് കൊണ്ടുപോയി നിർത്തിക്കൂടെ? അല്ലാതെ പിന്നെ ഇവിടെ നിയമസഭയും പറഞ്ഞിട്ടും കാര്യമില്ല. നീ എത്ര വട്ടം വിചാരിച്ചിട്ട് ഇവനൊക്കെ മത്സരിച്ചിട്ട് ജയിക്കണ്ടേ? അവസാനം എന്താ ഒരു വഴിയുള്ളൂ, വഴി ഇതുപോലെ തിരികെ കയറ്റുക. രാജ്യസഭയിലൊക്കെ ആവുമ്പോൾ മത്സരമില്ലല്ലോ. അങ്ങനെ CPM പറഞ്ഞിട്ടും കാര്യമില്ലാന്നേ. ഇത് കുറെ കാലായി ന്യായീകരണ തൊഴിലാളിയായി നടന്ന് എന്തെങ്കിലും ഒരു സ്ഥാനമാനം നൽകണ്ടേ? സ്ഥാനമാനം നൽകുക എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയാലല്ലേ ഇവനൊരു വരുമാനം ഉണ്ടാകുള്ളൂ. ഇപ്പൊ പെൻഷൻ കിട്ടണമെങ്കിൽ ഇപ്പോ CPMന്റെ DYFE ജില്ലാ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സർക്കാരിന്ന് ഇപ്പോ 5 കൊല്ലം MP ആയാലേ ആ കാലാവധി കഴിഞ്ഞാലും ഈ പറയുന്ന പെൻഷൻ കൃത്യമായി വന്നുകൊണ്ടിരിക്കും. അപ്പോ ജീവിക്കാനൊരു മാർഗം വേണ്ടേ? ന്യായീകരണം കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പണത്തിന് പണം വേണമല്ലേ? അങ്ങനെ മത്സരിപ്പിച്ച് എല്ലായിടത്തും തോറ്റ് അവസാനം രാജ്യസഭയിലേക്ക് തിരികെ കയറ്റിയതാ. എന്നാ പിന്നെ അവിടെ പോകുമ്പോണെങ്കിലോ, അവിടെ പോകുമ്പോ കർണാടകയിൽ വന്നിട്ട് അവിടെ എന്നാ പിന്നെ എന്തൊരു മരമണ്ടനാണ് ഈ ചെങ്ങാതി എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇവന്റെ പുറകിലിരുന്ന് ഒരു സ്ത്രീ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വൈ ഓൺലി ദ പുവർ എന്നാ സ്ത്രീ പറഞ്ഞു കൊടുക്കുമ്പോ ഈ പൊട്ടൻ വീണ്ടും വിളിച്ചു പറയാ വൈ ഓൺലി ദ പ്യുവർ. പ്യുവറും തിരിച്ചറിയാൻ പറ്റാത്ത മരമണ്ടൻ എന്നിട്ട് വന്നിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ പറയാ എനിക്ക് ഭാഷ അറിയില്ല. നാണക്കേട്. അറ്റ്ലീസ്റ്റ് അറിയണം. അത് അറിയില്ല എന്ന് പറയുന്നത് നാണക്കേട് എന്ന് പറഞ്ഞാൽ പരമ നാണക്കേടാണ്. അതിനെ ഇനി എങ്ങനെയൊക്കെ ന്യായീകരിക്കാനൊന്നും കാര്യമില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന് ഭാഷ വേണം.
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭാഷ വേണം. ഒരു ജനപ്രതിനിധി, അതും ഇത്തരത്തിൽ രാജ്യസഭയിൽ, ലോക്സഭയിൽ, പാർലമെന്റിൽ, നിയമസഭയിലൊക്കെ അംഗമായിരിക്കുന്ന വ്യക്തികൾക്ക് അത് സംസാരിച്ച് പറയുന്ന കാര്യങ്ങൾ കൺവേ ചെയ്യാൻ കഴിയണം. അതല്ലാതെ എന്റെ സങ്കടത്തിന്റെ ഭാഷ എന്നൊക്കെ പറഞ്ഞ് വലിയ ഫിലോസഫി അടിച്ചിട്ടൊന്നും കാര്യമില്ല. അല്ല പിന്നെ ആളാവാൻ പോകരുത്. ഇപ്പൊ ആളാവാൻ പോയിട്ട് എന്തുണ്ടായി? അവസാനം കർണാടകയിലെ സഖാക്കൾ പറയാ, ഞങ്ങളുടെ കൂടി നാണം കെടുത്താന് ഇനി കേരളത്തിലെ ഒരുത്തിനും ഇങ്ങോട്ട് കെട്ടിയെടുക്കണ്ട എന്ന് പറയാ. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് ഈ നാണക്കേടാണ്. രണ്ടാമത്തെ കാര്യം, കർണാടകയിലെ സഖാക്കൾക്ക് അറിയാം സംഭവം വിരലിലെണ്ണാവുന്ന ടീമേ ഉള്ളൂ എങ്കിലും അവിടെയുള്ള ആളുകൾക്ക് ഒരു ബോധ്യമുണ്ട്. എന്താ ബോധ്യം? ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്, ഇതിന്റെ സത്യാവസ്ഥ എന്താണ്, എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ നടന്നത്, അവിടെ നടന്നതിന്റെ കാര്യങ്ങൾ എന്താണ്, അതിൽ എഫക്റ്റ് ആയത് മുസ്ലിങ്ങൾ മാത്രമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോ അത് ഒരു അവസരം വീട് കിട്ടിയപ്പോഴേക്കും പിണറായി സടകുടഞ്ഞ് എഴുന്നേറ്റ് 3000 വീടുകൾ തകർത്തു, മുസ്ലിം വീടുകൾ. ഒരു കമ്മ്യൂണൽ ഇഷ്യൂ ആക്കി മാറ്റി അതിൽ നിന്ന് 2 വോട്ട് ഉണ്ടാക്കാനുള്ള ശ്രമം, അതാണ് ഇപ്പൊ തകർന്നടിഞ്ഞിരിക്കുന്നത്. അങ്ങനെ എല്ലാം മൂഞ്ചുകയാണ്, എല്ലാ അർത്ഥത്തിലും മൂഞ്ചുകയാണ്. അരിയും മൂഞ്ചി, മണ്ണെണ്ണയും മൂഞ്ചി.